ഹേ ഗൈസ്, എൻ്റെ കയ്യിലിരിക്കുന്നത് സാംസങ്ങിന്റെ S24 അൾട്രയാണ്. ഈ വീഡിയോയിൽ സ്പിജന്റെ EZ ഫിറ്റ് ടെമ്പർഡ് ഗ്ലാസ് എങ്ങനെ ഒട്ടിക്കാന്ന് കാണിച്ചു തരാം. ഈ ഒരു ടെമ്പർഡ് ഗ്ലാസ് അപ്ലൈ ചെയ്തതിന് ശേഷം വീഡിയോയുടെ എൻഡിങ്ങിൽ സ്പിജന്റെ കേസ് ഫ്രണ്ട്ലി ആർമർ കേസ് ഫോണിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ സ്പിജന്റെ EZ ഫിറ്റ് ടെമ്പർഡ് ഗ്ലാസ്. ഇത് ഞാൻ 1699 റുപ്പീസിനാണ് ആമസോണിൽ നിന്ന് മേടിച്ചത്. ഇതിൽ ഒരെണ്ണമല്ല 2 ടെമ്പർഡ് ഗ്ലാസ് ഉണ്ടാവും. അതായത് ഏകദേശം ഒരെണ്ണത്തിന് 850 റുപ്പീസാണ് അപ്പോൾ പ്രൈസ് വരിക. ഈ ഒരു ടെമ്പർഡ് ഗ്ലാസിന് 9H സർഫസ് ഹാർഡ്നസും ഓളിയോഫോബിക് കോട്ടിംഗും ഉണ്ട്. പിന്നെ സ്പിജൻ കേസ് ഫ്രണ്ട്ലി ആണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ പാക്ക് ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ചെറിയൊരു എൻവലപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ 2 ടെമ്പർഡ് ഗ്ലാസ് ഇതേപോലെ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ കൂടെ ഒരു ക്ലീനിങ് ക്ലോത്ത്, ഡസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള സ്റ്റിക്കർ, അതുപോലെ തന്നെ ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഈ ഒരു ടൂളും കിട്ടും. സോ ഈ കാണുന്നതാണ് ഈ പാക്കിലത്തെ 2 ടെമ്പർഡ് ഗ്ലാസ്. നമുക്ക് ഒരെണ്ണമാണ് ഇപ്പോൾ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ ചാടിക്കറി ഒട്ടിക്കുന്നതിന് മുന്നേ എങ്ങനെയാണ് പൊസിഷൻ ചെയ്യാന്നൊക്കെ നോക്കി വെക്കണം. ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ പിടിച്ചതാണ് കറക്റ്റ് പൊസിഷൻ. ഇനി നമ്മൾ ഫോൺ എടുത്തിട്ട് ഇതേപോലെയാണ് ബാക്കിൽ നമ്മൾ അമർത്തി കൊടുക്കേണ്ടത്. അതായത് ഞാൻ നേരത്തെ പിടിച്ച അതേ പൊസിഷനിൽ ഫോണിന്റെ ടോപ്പ് ആൻഡ് ബോട്ടം അലൈൻ ചെയ്യുക. സോ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ചതുപോലെ നിങ്ങളും ഒട്ടിക്കുന്നതിന് മുന്നേ പൊസിഷനൊക്കെ ചെക്ക് ചെയ്യുക. ഇത് മേടിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിന്റെ പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിന്റെ ബോക്സ് തുറന്നപ്പോൾ തന്നെ ഒരു വൈറ്റ് എൻവലപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിലാണ് വെറ്റ് ആൻഡ് ഡ്രൈ ക്ലോത്ത് പിന്നെ സ്റ്റിക്കർ ഉണ്ടാവുക. നമ്മൾ ആദ്യം തന്നെ ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് സ്ക്രീൻ മൊത്തം ഒന്ന് വൈപ്പ് ചെയ്യുക. എന്നിട്ട് ഫിംഗർ പ്രിന്റ് ആൻഡ് ഡസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന വെറ്റ് ക്ലോത്തിന്റെ കവർ ഓപ്പൺ ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്തിട്ടാണ് അതിൽ വെച്ചിട്ടുണ്ടാവുക. നിങ്ങൾ ഇതേപോലെ അൺഫോൾഡ് ചെയ്യണം. സോ ഏകദേശം ഈ കാണുന്ന വലുപ്പമാണ് ക്ലോത്തിന് ഉണ്ടാവുക. ഇനി നമ്മൾ ഈ വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് സ്ക്രീനിന്റെ മുകളിൽ എല്ലാ ഭാഗത്തും റബ്ബ് ചെയ്ത് കൊടുക്കുക. ഫോണിന്റെ എല്ലാ എഡ്ജസും കോർണേഴ്സിലൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് നീറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുക. അതുപോലെ തന്നെ ഫാൻ ഒന്നും ഇടാണ്ടിരിക്കുക. കാരണം നിങ്ങൾ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും പൊടി വരാനും അതുപോലെ തന്നെ ടെമ്പർഡ് ഗ്ലാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബബിൾസ് ഫോം ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ക്രീനിന്റെ മേലെ തൊടാണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ എല്ലാ ഏരിയാസിലും വെറ്റ് ക്ലോത്ത് യൂസ് ചെയ്തിട്ട് തുടച്ചു കഴിഞ്ഞു. ഇനി ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ പീൽ ചെയ്തിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഫോണിന്റെ മുകളിൽ തുടച്ചതിന് ശേഷം വല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഈ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഡ്രൈ ക്ലോത്ത് യൂസ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഫിംഗേഴ്സ് കൊണ്ട് ഡസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിന്റെ മേലെ പിന്നെയും ഡേർട്ട് ആൻഡ് ഫിംഗർ പ്രിന്റ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ടെമ്പർഡ് ഗ്ലാസ് ഒട്ടിക്കണ പാർട്ടിലേക്ക് കിടക്കാം. ഇതിനാദ്യം തന്നെ ഈ ഒരു കേസ് എടുക്കുക. ഇവിടെ റൈറ്റ് ടോപ്പ് സൈഡിൽ ബാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം അത് ടോപ്പ് സൈഡ് ആണ്. ഇനി വേണമെങ്കിൽ ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിലാണ് നിങ്ങൾ കേസ് പിടിക്കേണ്ടത്. ഇനി ഞാൻ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ പോവാണ്. ഈ ബാക്ക് എന്ന് എഴുതിയ പാർട്ടിയിൽ നമുക്ക് ഇതേപോലെ ഒരു തിൻ ഫിലിം പീൽ ഓഫ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആദ്യം തന്നെ പതുക്കെ ഇതേപോലെ പീൽ ഓഫ് ചെയ്തെടുക്കുക. ഇത് UV ടൈപ്പ് അല്ല, പണ്ടത്തെ പോലത്തെ ഫുൾ ഗ്ലൂ ടൈപ്പ് സ്ക്രീൻ ഗാർഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒട്ടിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി നമ്മുടെ ഫോൺ എടുത്തിട്ട് ഡിസ്പ്ലേ സൈഡ് അടിയിൽ ഫേസ് ചെയ്യുന്ന പോലെ വെക്കണം. നമ്മൾ കറക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ എല്ലാ സൈഡും ഇതേപോലെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഫ്ലിപ്പ് ചെയ്ത് വെക്കുക. ഇനി ഈ കാണുന്ന സെന്റർ പാർട്ട് നമ്മൾ പതുക്കെ മുകളിലേക്കും അടിയിലേക്കും പ്രസ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ഫോൺ ഹോൾഡ് ചെയ്ത് വെക്കണം. ഇനി ഈ ഗ്ലൂ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടിയിൽ നിങ്ങൾക്ക് റിമൂവ് ഫ്രം ഹിയർ എന്ന് എഴുതിയത് കാണാൻ പറ്റും. അവിടെ പിടിച്ച് പതുക്കെ മുകളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു സ്റ്റിക്കർ പാർട്ട് ഊരിയെടുക്കാൻ പറ്റും. അത് പ്രോപ്പറായിട്ട് ഊരിയെടുത്തതിന് ശേഷം സെന്ററിൽ ജസ്റ്റ് വെറുതെ വേണമെങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്ക്രീൻ ഗാർഡ് അപ്ലൈ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പതുക്കെ ഈ ഒരു കേസ് ഫോണിന്റെ മേലെ നിന്ന് ഊരിയെടുക്കുക. ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡത്തെ എഡ്ജിൽ നിന്ന് പതുക്കെ പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഫോൺ അവിടെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു പീൽ ഓഫ് ചെയ്യണ ഒരു ഭാഗം കൂടി ഉണ്ട്. അത് ഇതേപോലെ നമ്മൾ പീൽ ഓഫ് ചെയ്തെടുക്കണം. അത് ഫുൾ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ടൂൾ വെച്ചിട്ട് ബബിൾസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഈ ഒരു ടൂളിന്റെ എഡ്ജ് റബ്ബർ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്ക്രാച്ചും വരില്ല, അതുപോലെ തന്നെ നല്ല ഗ്രിപ്പും കിട്ടും. റിമൈനിങ് ബബിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻ ഗാർഡിന്റെ ആപ്ലിക്കേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇതൊരു ഫുൾ കവേർഡ് ടെമ്പർഡ് ഗ്ലാസ് തന്നെയാണ്. അതുപോലെ തന്നെ ആരും സഹായം ഇല്ലാണ്ട് നമുക്ക് സ്വയം വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു ടെമ്പർഡ് സ്ക്രീൻ ഗാർഡ് ഈസി ആയിട്ട് ഇതേപോലെ ഒട്ടിക്കാൻ പറ്റും. ഇത് ഒട്ടിച്ചതിന് ശേഷം ഒരു കാര്യം ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത് വേറെ ഒന്നല്ല, S24 അൾട്രയിൽ 75% റിഫ്ലക്ഷൻസ് റെഡ്യൂസ് ചെയ്യുന്ന ഗ്ലാസ് ആണ് ഉള്ളത്. എന്നാൽ നമ്മൾ ടെമ്പർഡ് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചപ്പോൾ റിഫ്ലക്ഷൻസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിംഗിൽ ഇത് സ്പിജന്റെ കേസ് ഫ്രണ്ട്ലി സ്ക്രീൻ ഗാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നത് സ്പിജന്റെ ലിക്വിഡ് എയർ ആർമർ കേസ് ആണ്. ഇത് ഞാൻ 1299 റുപ്പീസിനാണ് ആമസോണിൽ നിന്ന് മേടിച്ചത്. ടെമ്പർഡ് ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷം ഇനി ഞാൻ ആർമർ കേസ് ഇട്ടിട്ട് കാണിച്ചു തരാം. സാധാരണ നമ്മൾ ഫുൾ കവേർഡ് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആർമർ കേസ് ഇടാൻ പറ്റില്ല. ഇനി അഥവാ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ സ്ക്രീൻ ഗാർഡ് ഊരിപ്പോരും. ഈ ഒരു കേസിന് എയർ ക്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറ ഗാർഡും റേസ്ഡ് ബെസലാണ് ഉള്ളത്. പിന്നെ പവർ ഷെയറിംഗും വയർലെസ് ചാർജറിനൊക്കെ ഇത് കമ്പാറ്റബിൾ ആണ്. ഇത് മാറ്റ് ബ്ലാക്ക് ആൻഡ് ഗ്രേ അങ്ങനെ 2 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പിടിക്കാൻ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ സാധാരണ ആർമർ കേസ് പോലെ ഭയങ്കര ബൾക്കും അല്ല. ഇത് നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് പെട്ടെന്ന് ബ്രേക്ക് ആവില്ല. ഇനി ഞാൻ സമയം കളയുന്നില്ല, ഫോണിൽ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത് ഇടുന്ന സമയത്ത് ഫോൺ ഇതേപോലെ പൊസിഷൻ ചെയ്തിട്ട് ടോപ്പ് സൈഡ് ആണ് ആദ്യം ഇടേണ്ടത്. അതിനുശേഷം ബോട്ടം പാർട്ട് ഒന്ന് പതുക്കെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കാണാനൊക്കെ നല്ല പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ ഫിറ്റ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടെമ്പർഡ് ഗ്ലാസ് കേസ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഇഷ്യൂ ഇല്ലാണ്ട് ആർമർ കേസ് ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവും. ഞാനിത് മേടിക്കാനുള്ള ഒരു കാരണം ഇതൊരു തിൻ ഫിറ്റ് ആയിട്ടുള്ള ആർമർ കേസ് ആണ്. അതുപോലെ തന്നെ ഇത് ബാക്കിയുള്ള ആർമർ കേസസ് പോലെയല്ല, എല്ലാ പാർട്സിലും നല്ല ഗ്രിപ്പ് ഉണ്ട്. ഇനി നമ്മൾ ക്യാമറയുടെ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു കേസിന് ക്യാമറ ഗാർഡ് ഉള്ളത് കൊണ്ട് തന്നെ ലെൻസിനാട്ടും പൊടിക്ക് മുകളിലേക്കായിട്ടാണ് കേസ് നിൽക്കുന്നത്. ഇതിന്റെ മുകളിൽ 2 മൈക്രോഫോൺ ഹോൾസിനുള്ള പെർഫെക്റ്റ് കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ഫോണിന്റെ റൈറ്റ് സൈഡ് എഡ്ജിൽ അടിയിലായിട്ട് സ്പിജന്റെ ലോഗോ ആൻഡ് ലേബിൾ ഒരു ഗ്ലോസി ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണിന്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കാം. ഇവിടെ കട്ടൗട്ടിന് പകരം വോളിയം റോക്കറിനും പവർ ബട്ടനും പെർഫെക്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റീവ് ലെയർ കൊടുത്തിട്ടുണ്ട്. ഇനി അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ S പെന്ന് കട്ടൗട്ട്
ഉണ്ട്, സ്പീക്കറിന് പെർഫെക്റ്റ് കട്ടൗട്ട് ഉണ്ട്, അതുപോലെ തന്നെ ചാർജിംഗ് പോർട്ടിനും മൈക്രോഫോൺ ഹോളിനും ഒരു സിംഗിൾ കട്ടൗട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആർമർ കേസ് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെമ്പർഡ് ഗ്ലാസ് ഇട്ടതിന് ശേഷം ഇതേപോലെ ഫിംഗർ പ്രിന്റ്സ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ ആഡ് ചെയ്താൽ മതി. S24 ആൻഡ് S24 അൾട്രയുടെ അൺബോക്സിംഗും S23 അൾട്രയുടെ ചേഞ്ചസിന്റെ വീഡിയോയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ അത് മറക്കാണ്ട് എടുത്ത് കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.